welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഇടിച്ചു പിഴിഞ്ഞ പായസമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒരു 2-3 പേർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള അളവിലാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇടിച്ചു പിഴിഞ്ഞ പായസം ഉണ്ടാക്കാൻ നോക്കാം. കണ്ടല്ലോ നല്ല കുറുകിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം. ഇത് വിഷു സ്പെഷ്യലാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഇടിച്ച് പിഴിഞ്ഞ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പാല് എടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, സാധാരണ വെള്ളം എടുത്താലും മതി. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ എന്തായാലും തേങ്ങയുടെ പാലൊക്കെ എടുത്തുകൊണ്ട് 1 പാലും 2 പാലും എടുത്ത് വെച്ചു. അപ്പം 3 പാലിൽ നമുക്കിത് വേവിക്കാം എന്ന് വിചാരിച്ചു. തേങ്ങാപ്പാലിൽ വേവിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പ പച്ചരിയാണ്. ചെമ്പ പച്ചരി ഞാനിവിടെ കഴുകി ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുത്തു. അപ്പോൾ ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ഒരു അരി 2 ആയിട്ട് ഉള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ചെമ്പാപ്പച്ചരി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 3 വലിയ ടേബിൾ സ്പൂണാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് 2 പാലും പഞ്ചസാരയല്ല, ഇതിൽ ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ ഇടിച്ച് പിഴിഞ്ഞ പായസം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ നുറുക്ക അരി കിട്ടുകയാണെങ്കിൽ, ചെമ്പാനരി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് കിട്ടിയില്ലെങ്കിൽ ഇതേപോലെ ഞാൻ ഇപ്പോൾ ചെയ്ത മാതിരി ജസ്റ്റ് അരി ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കഴുകിയ ശേഷം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് പൾസിലിട്ടിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നുറുക്ക് ചെമ്പാ പച്ചരി കിട്ടുന്നതാണ്. സാധാരണ പച്ചരിയിലും ചെയ്യാം, ബട്ട് ഞാൻ പറഞ്ഞ പോലെ ഐ പ്രിഫർ ചെമ്പാ പച്ചരി. ഓക്കെ, അപ്പോൾ ഒരുപാട് എക്സ്പ്ലനേഷൻ ആയാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് ഇനി ഈ അരി നന്നായിട്ട് ഈ 3 പാലിൽ കിടന്ന് നന്നായിട്ട് വേവണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. ഇതിന് നല്ല സ്വാദ് വരാൻ വേണ്ടിയിട്ട് ഈ അരി വേവിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ചെറിയൊരു ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയൊരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. വെള്ളം തിളച്ച് തുടങ്ങി, ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നമ്മൾ സാധാരണ അരി വേവിക്കുന്ന മാതിരി തന്നെ കേട്ടോ, ചോറ് കഴിക്കുന്ന മാതിരി തന്നെ. ഒരുപാട് വെന്ത് കുഴയണ്ട. നുറുക്കായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. സോ ഇത് വെന്ത ശേഷം കാണിച്ചില്ല. അപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി വെന്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ശർക്കരയുടെ പൊടിയാണ്. ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഉരുക്കിയിട്ട് ഒരു അരിപ്പയിൽ അരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. ഞാനിവിടെ ഏകദേശം ഒരു 6 മുതൽ ഒരു 7 ടേബിൾ സ്പൂൺ വരെ ശർക്കര പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് 6-7 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിനി ഇത് എല്ലാം ഒന്ന് ഇളക്കുകയാണ്. ശർക്കര നന്നായിട്ട് ഇതിൻ്റെ ഒപ്പം അലിയണം. നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അതിനുശേഷം നമുക്ക് 2 പാല് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ പായസം ശരിക്കും നമ്മുടെ അമ്പലത്തിലൊക്കെ കിട്ടുന്ന ശർക്കര പായസത്തിൻ്റെ ആ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 പാല് ഏകദേശം ഒരു 3/4 കപ്പ് ഉണ്ടാവും, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് പകുതിയാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് 1 പാല് ലാസ്റ്റ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, പാലക്കാട് സൈഡ് ചില സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ചെറുപഴം ഒന്ന് കൈ കൊണ്ടൊന്ന് കശക്കിയിട്ട് ഇതിലേക്ക്, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് ഇടിച്ചു പിഴിഞ്ഞ പായസത്തിൽ. ഇന്ന് ഞാൻ ചേർക്കുന്നില്ല. അങ്ങനെ ചേർത്തിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ പിന്നെ ഒരു ദിവസം വേറൊരു റെസിപ്പി ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഏകദേശം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്, കണ്ടോ?
നല്ലോണം കുറുകി വന്ന് തുടങ്ങുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക്, നമ്മൾ സാധാരണ ഇങ്ങനത്തെ പായസത്തിൽ ഏലക്കപ്പൊടിയൊന്നും ഞാൻ പ്രിഫർ ചെയ്യാറില്ല, പക്ഷേ ഇതിൽ കുറച്ചൊരു നുള്ള ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്കയുടെ പൊടി ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഫ്ലേവർ തരാം. പറ്റിയാൽ നിങ്ങൾക്ക് ഇതിൽ ചുക്കുപൊടിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനതൊന്നും അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളല്ല അതിൻ്റെ ഫ്ലേവർ. അപ്പോൾ എന്താ വേണോ അറിയാം, ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്, ഒരു 1/2 ടീസ്പൂൺ കൂടെ. ഇത് ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് 1-ാം പാൽ ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പം നല്ലോണം നമ്മുടെ പായസം കുറുകി വന്നിട്ടുണ്ട്, നല്ല തിക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിനി ഒന്നാം പാൽ ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ട്, അതും ഒഴിച്ചു കൊടുക്കുകയാണ്. കഴിഞ്ഞു, ഇന്ന് ഓഫ് ചെയ്യാം, ബാക്കി ചൂടിലായിക്കോളും. ഇന്ന് ഇളക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം. കണ്ടോ, റെഡിയായി. ഒന്ന് ചൂടാറിയ ശേഷം ഞാൻ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ പായസം റെഡിയായി. ഞാൻ എൻ്റെ ടെക്സ്റ്റ് കാണിച്ചു തരാം. നല്ല കുറുകി, നല്ല ശർക്കരയുടെ ടേസ്റ്റാണ്. നമ്മൾ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക ഇട്ടിട്ടുള്ളൂ, പക്ഷേ അതിൻ്റെ ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഒരു പായസം കഴിച്ച് നോക്കണം, എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ഞാൻ ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കേട്ടോ, നല്ല കുറുകിയിരിക്കുന്നത്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.